അങ്ങനെ കാത്തിരുന്ന 2 പ്രൊമോസും വന്നിട്ടുണ്ട്. ആദ്യത്തെ പ്രൊമോയിൽ റസ്മിനെ ചോദ്യം ചെയ്യുന്നതാണ്. റസ്മിൻ ചെയ്ത ആക്ഷനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. അതിൽ സിജോ പറയുന്നുണ്ട് പരാതിയുണ്ട്, കാരണം അത് ശരിയായിട്ടുള്ള നടപടിയല്ല. അർജുൻ പറയുന്നു ജാസ്മിൻ്റെ ഭാഗത്ത് തെറ്റുള്ളതായിട്ട് തോന്നുന്നില്ല, ഇവിടെ റസ്മിൻ്റെ ഭാഗത്താണ് തെറ്റെന്ന്. ലാലേട്ടനും ചോദിക്കുന്നു റസ്മിൻ്റെ അടുത്ത് ഇത് ശരിയായ നടപടിയായിട്ട് റസ്മിന് തോന്നുന്നുണ്ടോ എന്ന്. ഇങ്ങനെയൊക്കെ ചോദിക്കേണ്ട കാര്യം എന്താണെന്ന് പോലും എനിക്കറിയത്തില്ല. കാരണം ഈ സീസൺ 6 ഇത് ആദ്യത്തെ സംഭവമല്ല. ഇതിന് മുന്നേ ഒരു അനുഭവം ഉള്ളതാണ്. അതിൻ്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന വ്യക്തി ഇപ്പോഴും ആ ബിഗ് ബോസിൽ തുടരുകയാണ്. അയാൾ അവിടെ ഉള്ളപ്പോൾ തന്നെയാണ് ഇങ്ങനത്തെ വേറൊരു ആക്ട് സംഭവിക്കുന്നത്. അത് ഓൺ ദ സ്പോട്ടിൽ തന്നെ പുറത്താക്കേണ്ട കാര്യമാണ്. അത് പിന്നെ ജാസ്മിൻ്റെ അടുത്ത് ക്ഷമിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കേണ്ട കാര്യം എന്താണെന്ന് പോലും എനിക്കറിയത്തില്ല. അന്ന് തന്നെ പുറത്താക്കേണ്ടതാണ് റസ്മിൻ ചെയ്തൊരു ആക്ടിന്. അന്ന് റസ്മിൻ ചെയ്ത ശരിയായിട്ടുള്ള ആക്ട് എന്താണെന്നുള്ളത് ലൈവിലോ എപ്പിസോഡിലോ കാണിക്കാതിരുന്നത് പോലും അതിൽ കാണിക്കാൻ പറ്റാത്ത രീതിയിലുള്ള വയലൻസ് ഉള്ളത് കൊണ്ടാണ്. എന്നിട്ട് പിന്നെ അവിടെ ക്ഷമിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കേണ്ട ആവശ്യം എന്താണ്? അപ്പം തന്നെ പിടിച്ച് പുറത്താക്കുമായിരുന്നു വേണ്ടിയിരുന്നത്. പ്രൊമോ കാണുമ്പോഴത്തേക്കിനും റസ്മിനെ പുറത്താക്കുമെന്ന് തോന്നുമെങ്കിലും എനിക്ക് തോന്നുന്നു ഉപദേശിച്ചിട്ട് ചിലപ്പോൾ എവിക്ഷനിലെങ്ങാനും കൊണ്ടിടുമായിരിക്കും. അതായിരിക്കും ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതായിരുന്നു ആദ്യത്തെ പ്രൊമോ. രണ്ടാമത്തത് BB ഹോട്ടൽ ടാസ്കിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഇവരെല്ലാവരും പറഞ്ഞു തോന്നുന്നു പിന്നെ ഗസ്റ്റ് ഭയങ്കര സന്തോഷത്തിലാണ് പോയിരിക്കുന്നതെന്ന്. അപ്പോൾ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് നിങ്ങൾ പറഞ്ഞതുപോലെ ഗസ്റ്റ് ഭയങ്കര ഹാപ്പി ആയിട്ടാണോ പോയതെന്ന്. അപ്പോൾ സാബുവിനെയും ശ്വേതേനെയും കാണിക്കുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്നു 5 സ്റ്റാർ, സാബു പറയാണ് 5 സ്റ്റാർ ഹോട്ടലാണെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങളവിടെ ചെന്നത്, പക്ഷേ പഴയ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തുള്ള അമ്മിണി ലോഡ്ജ് പോലെയായിരുന്നു. അതേപോലെ നടത്തിപ്പുകാർക്ക് ഈ ഹോട്ടൽ എങ്ങനെയെങ്കിലും പൂട്ടിപ്പോണമെന്നായിരുന്നു ആഗ്രഹം. ശ്വേത പറയുന്നു ഞാൻ വന്നപ്പോൾ തന്നെ അവിടെ ഒരു പൊട്ടിത്തെറി കണ്ടു, തീരെ സെൽഫ് റെസ്പെക്റ്റ് ഇല്ലാതെയാണ് അവർ സംസാരിക്കുന്നത്. അപ്പോൾ ലാലേട്ടൻ ചോദിക്കുന്ന ഒരു ഗെയിമിനെ ഗെയിമായിട്ട് പോലും ഇവർക്ക് കാണാൻ പറ്റാത്തത് എന്തുകൊണ്ടാണെന്ന്. അപ്പോൾ സാബു പറയുന്നുണ്ട് എല്ലാവരെയും ശത്രുക്കളായിട്ടാണ് ഇവർ പ്ലേസ് ചെയ്തിരിക്കുന്നതെന്ന്. ശരിയാണ്, അവിടെയുള്ള മെജോറിറ്റി കണ്ടസ്റ്റൻസിനും ഗെയിമിനെ ഗെയിമായിട്ടല്ല അവർ കാണുന്നത്. മിക്കതും ഒരു പേഴ്സണലായിട്ട് എടുത്തിട്ട് പിന്നെ അത് വ്യക്തിവൈരാഗ്യം കാണിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ പറയുന്ന ഈ ലാലേട്ടൻ ഈ എപ്പിസോഡിൽ ഈ വീക്കെൻഡിൽ ഈ ഒരു പരിധിക്കപ്പുറം വ്യക്തിവൈരാഗ്യം തീർക്കുന്ന ആൾക്കാരെ ഒന്നെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ ഇത് പുറത്ത് കൂടുതൽ നെഗറ്റീവ് ആവത്തേ ഉള്ളൂ. ഇനി വരുന്ന ഗെയിംസും ഇവർക്കൊന്നും എൻജോയ് ചെയ്യാൻ പറ്റാതെ ആ ഒരു മനോഭാവത്തിലായിരിക്കും ഇവർ മുന്നോട്ട് പോകുന്നത്. അത് കണ്ടുകൊണ്ടിരിക്കുന്ന നമുക്കും ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആണ്. ഇപ്പോൾ ഫണ്ണായിട്ട് എടുക്കേണ്ട ടാസ്കുകൾ പോലും ഇവരുടെ ഈ മനോഭാവം കാരണം ഇവർക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല. ഈ വീക്കെൻഡിലെങ്കിലും ഒരു പരിധിക്കപ്പുറത്തേക്ക് കാണിക്കുന്ന ദേഷ്യവും വൈരാഗ്യവും ഒക്കെ ലാലേട്ടൻ പറഞ്ഞ് മനസ്സിലാക്കിച്ചു കൊടുത്തില്ലെങ്കിൽ മുന്നോട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അവർക്ക്.